സംസ്ഥാന ഭാഗ്യക്കുറി ഏജന്റുമാരുടെയും വിൽപ്പനക്കാരുടെയും ക്ഷേമനിധി ബോർഡ് അംഗങ്ങളുടെ മക്കൾക്കുള്ള വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് വിതരണത്തിന്റെ കണ്ണൂർ ജില്ലാതല ഉദ്ഘാടനം കളക്ടറേറ്റ് ഓഡിറ്റോറിയത്തിൽ നടന്നു. കളക്ടർ അരുൺ കെ വിജയൻ സ്കോളർഷിപ്പ് വിതരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഏകദേശം 2 മാസം മുന്നേ നമുക്ക് ക്ഷേമനിധി ബോർഡിന്റെ തന്നെ ഭാഗമായിട്ടുള്ള സൗജന്യമായിട്ടുള്ള യൂണിഫോം വിതരണത്തിന്റെ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ എനിക്ക് സാധിച്ചു. അന്ന് തൊഴിലാളികളായിട്ട് ലോട്ടറി തൊഴിലാളികളായിട്ടാണ് സംസാരിക്കാൻ സാധിച്ചത്. ഇന്ന് പക്ഷേ അവരുടെ കുട്ടികളെ കൂടി സദസ്സിൽ കാണുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. കാരണം ഭാഗ്യക്കുറി ക്ഷേമനിധി ചെയ്യുന്ന പല കാര്യങ്ങളിൽ ഒന്നാണ്, അല്ലെങ്കിൽ അതിലേറ്റവും അഭിനന്ദനം അറിയിക്കുന്ന ഒരു കാര്യമാണ് സ്കോളർഷിപ്പ്. കുട്ടികൾക്കുള്ള മികച്ച അക്കാഡമിക് നിലവാരം പുലർത്തുന്ന കുട്ടികൾക്കുള്ള സ്കോളർഷിപ്പ് വിതരണം എന്നുള്ളത്. അതിൽ ഇപ്പോൾ ഓൾറെഡി ആശംസ പ്രസംഗത്തിലെല്ലാം ക്ഷേമനിധിയെക്കുറിച്ചും ക്ഷേമനിധി നടത്തുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ചും എല്ലാം വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ടാകുമെന്നാണ് ഞാൻ കരുതുന്നത്. എനിക്ക് സംസാരിക്കാനുള്ളത് ഇവിടെയുള്ള വിദ്യാർത്ഥികളോടാണ്. അപ്പോൾ 10ാം ക്ലാസ് മുതൽ MBBS-ഉം എൻജിനിയറിംഗും എല്ലാം ചെയ്യുന്ന കുട്ടികളിലൂടെ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അറ്റ്ലീസ്റ്റ് ഈ സ്കോളർഷിപ്പിന് അർഹരായിട്ടുള്ളവർ 80ഓളം കുട്ടികളുണ്ട്. അതിൽ കുറച്ച് പേരെങ്കിലും ഇവിടെ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ നിങ്ങളെല്ലാവരും ഇന്ന് ഇവിടെ സെലക്ട് ആയി കേട്ടുള്ളത്, അല്ലെങ്കിൽ സ്കോളർഷിപ്പിന് എലിജിബിൾ ആയിട്ടുള്ളത് ഈ ഒരു ക്ഷേമനിധിയുടെ ഭാഗമായിട്ട് നിങ്ങളുടെ പാരൻസ്, നിങ്ങളുടെ രക്ഷിതാക്കൾ അംഗങ്ങളായതുകൊണ്ട് മാത്രമല്ല, പക്ഷേ നിങ്ങളുടെ അക്കാഡമിക് ആയിട്ടുള്ള ബ്രില്യൻസ് കൂടി കൊണ്ടാണ്. നിങ്ങൾ കഠിനാധ്വാനം ചെയ്ത് നിങ്ങൾ പഠിക്കുന്നതും പഠിച്ചതിൻ്റെ ഫലം റിസൾട്ടിൽ വരുന്നതും കൂടി കൊണ്ടാണ് നിങ്ങൾ ഈ ഒരു വേദിയിൽ ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ രക്ഷിതാക്കൾ അല്ലെങ്കിൽ ഇതിൽ മെമ്പറായിട്ടുള്ള ആരാണോ ഉള്ളത്, അവർ ചെയ്യുന്ന പ്രവൃത്തി അത് ലോട്ടറി വിൽപ്പനയാണ്. ലോട്ടറി എടുക്കുന്ന ആളും നിങ്ങളും തമ്മിൽ കുറേ സാമ്യങ്ങളുണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ലോട്ടറി എടുക്കുന്ന ഒരു വ്യക്തി എപ്പോഴും വലിയ സ്വപ്നങ്ങൾ കാണുന്ന ഒരാളാണ്. വലിയ ഒരു തുക അല്ലെങ്കിൽ ഒരു സമ്മാനം കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷയോടുകൂടി ആണ് ലോട്ടറി എടുക്കുന്ന ആളുകൾ ചെയ്യുന്നത്. അപ്പോൾ വിദ്യാർത്ഥികളെ എസ്പെഷ്യലി ആവശ്യമുള്ള ഒരു കാര്യമാണ് വലിയ വലിയ സ്വപ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും അവർ പഠിക്കുന്നതിൽ അത്രയധികം കഠിനാധ്വാനം ചെയ്യുന്ന ആ ഒരു കാരണം കൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് മികച്ച ജോലികളിൽ, മികച്ച കരിയറുകളിൽ, നിങ്ങൾ താല്പര്യപ്പെടുന്ന മേഖലകളിൽ എത്തിപ്പെടാനുള്ള വലിയൊരു സ്വപ്നം നിങ്ങൾ മനസ്സിൽ കൊണ്ട് നടക്കുന്നത് കൊണ്ടാണ് നിങ്ങൾ ചെയ്യുന്ന പഠിക്കുന്ന സബ്ജക്റ്റുകളിൽ ഇത്രയധികം മാർക്കും അതേപോലെ തന്നെ അച്ചീവ്മെൻ്റ് എല്ലാം വരുന്നത്. തൊണ്ണൂറ്റിയഞ്ച് വിദ്യാർത്ഥികളാണ് സ്കോളർഷിപ്പിന് അർഹരായത്. ചടങ്ങിൽ സംസ്ഥാന ഭാഗ്യക്കുറി ക്ഷേമനിധി ബോർഡ് അംഗം ബി ബാലൻ അധ്യക്ഷത വഹിച്ചു. കണ്ണൂർ കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുരേഷ് ബാബു ഇളയാവൂർ ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തി. ഒരുപാട് സങ്കടങ്ങളുടെ നടുവിലാണ് അതിതീവ്രമായ മഴയിലും തീവ്രമായ വെയിലിലും തീവ്രമായ പൊടിയിലും തീവ്രമായ ജീവിത പ്രതിസന്ധികളിലും അതിനെയെല്ലാം തരണം ചെയ്തുകൊണ്ട് വാർദ്ധക്യത്തിൻ്റെയോ അല്ലെങ്കിൽ പരാധീനതകളുടെയോ കെട്ടൊന്നും വഴിക്കാതെ ജീവിതത്തെ ധൈര്യപൂർവ്വം നേരിടുന്ന ഒരുപക്ഷെ നല്ല സ്ഥൈര്യശാലികളായിട്ടുള്ള ആളുകളാണ് ലോട്ടറി തൊഴിലാളികൾ, അവരുടെ മക്കൾ എന്നും അഭിമാനത്തോടെ കരുതുന്ന ഒരാളാണ്. എൻ്റെ നാട്ടിൽ തന്നെ എനിക്ക് ചുറ്റും ഒരുപാട് തൊഴിലാളികളുണ്ട്. ഒരുപക്ഷെ അവരുടെ ചുറ്റുപാടുകളിൽ വലിയ ശേഷിയോടെ ജീവിക്കുന്ന ആളുകൾ പലപ്പോഴും രോഗബാധിതരായും അല്ലെങ്കിൽ പണത്തിൻ്റെ ചില പ്രത്യേകതകൾ കൊണ്ട് ജോലിയൊന്നും ചെയ്യാതെയും ജീവിക്കുമ്പോൾ ആ പ്രായത്തിലും വെല്ലുവിളികൾ നേരിടുന്ന കാലാവസ്ഥയിൽ ഉൾപ്പെടെ കഠിനമായി പ്രവർത്തിച്ച് ജീവിതത്തിൻ്റെ 2 അറ്റവും കൂട്ടിമുട്ടിക്കുക എന്ന് പറയുന്ന ദൗത്യം ഏറ്റെടുത്ത് പ്രവർത്തിക്കുന്നവരാണ് നിങ്ങളെന്ന് ഞാൻ ആത്മാർത്ഥതയോടെ അഭിമാനത്തോടെ. ജില്ലാ ഭാഗ്യക്കുറി ഓഫീസർ കെ ഹരീഷ, ക്ഷേമനിധി ഓഫീസർ ടി പ്രദീപൻ, ട്രേഡ് യൂണിയൻ നേതാക്കളായ മടപ്പള്ളി ബാലകൃഷ്ണൻ, ജിൻസ് മാത്യു, എം മനോജ്, പി പ്രേമൻ, പ്രേംജിത്ത് പൂച്ചാലി, പി ഉമേശൻ തുടങ്ങിയവർ സംസാരിച്ചു. ആസ്റ്റമിംസ് ഹോസ്പിറ്റൽ, വീൽ ട്രീറ്റ് യു വെൽ, ചാല ഈസ്റ്റ്, കണ്ണൂർ.